മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് രണ്ട് ഇമോഷൻസ് ആണ്, ഫിയറും ഗ്രീഡും. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കുറേ അധികം പേടിയുണ്ട്. അതായത് എടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ, ലോസ് ആകുമോ, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതുപോലെ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാലോ അതിനേക്കാളും വലിയ പേടിയാണ്. ഒരു റെഡ് ക്യാൻഡിൽ കണ്ടാലോ നമ്മുടെ വ്യൂ എന്താണ്, അതിന് ഓപ്പോസിറ്റ് ഒരു ട്രേഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി പേടിക്കാൻ തുടങ്ങും. സോ മെയിൻലി നമുക്ക് എങ്ങനെ ഈ ഒരു ഫിയറിനെ റെഡ്യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ പൊസിഷൻ സൈസിങ് തന്നെയാണ്. കറക്റ്റായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്ത് കറക്റ്റായിട്ട് റിസ്കിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേടി തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. സോ നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ലൊരു ദിവസം അല്ലായിരുന്നു. ഓൾമോസ്റ്റ് 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, 3ഉം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു. ബട്ട് എന്നാൽ ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് ഗുഡ്. ബട്ട് എന്നാൽ ഒരു 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ BPCയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂല്യം തന്നെ അതുള്ളത് കൊണ്ട് ആവറേജ് ചെയ്ത് ഇന്ന് ലാസ്റ്റ് ഇറങ്ങിയപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എസ്പെഷ്യലി നിഫ്റ്റിയുടെ പോക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ട്രജക്ടറി മൊമെന്റം ആയിരുന്നു. അത് പിടിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു, അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻട്രി ചെയ്യാൻ പോയ ക്യാനിൽ അത്ര എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് എന്നും, അതുപോലെ തന്നെ നാളെ നമുക്ക് എങ്ങനെ മാർക്കറ്റിനെ ഫേസ് ചെയ്യാം, അതായത് പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി സി ഹിയർ, ഇവിടെ ആയിരുന്നു നമുക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ. ബട്ട് എന്നാൽ ഇതത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. വേറെ റീസൺ ഒന്നുമല്ല, നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽ വളരെ ഹ്യൂജ് ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ ചാടിക്കറി എൻട്രി എടുക്കരുത്. കാരണം സ്റ്റോപ്പ് ലോസ് ഭയങ്കര ഹ്യൂജ് ആയി പോകും. സ്റ്റോപ്പ് ലോസ് മാറ്റരുത് ഒരിക്കലും. സോ സ്റ്റോപ്പ് ലോസ് ഭയങ്കര ഹ്യൂജ് ആയി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്നൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബട്ട് എന്നാൽ ഈ ഒരു ട്രജക്ടറി മൂവ്മെന്റ് മാർക്കറ്റ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അവിടെ ട്രേഡ് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ നിഫ്റ്റി ബാങ്കിൽ അത്യാവശ്യം ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നു ആദ്യമേ. ലിറ്റിൽ ബിറ്റ് ഏർലി എൻട്രി ആയിരുന്നു, അതായിരുന്നു എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട്. ബട്ട് ലെസൺ റൈറ്റ്. സോ ഇവിടുന്ന് നമ്മളൊന്ന് എൻട്രി എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഇവിടുന്ന് നമ്മളൊരു എൻട്രി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നേരെ ബാക്കിലോട്ട് മൂവ് ഓൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. അത്യാവശ്യം ഒരു മൊമെന്റ് തന്നു, അത്യാവശ്യം നല്ല പോയിന്റ്സ് തന്നു. അറൗണ്ട് ഒരു 40, 50, 60 പോയിന്റ്സോളം നമുക്ക് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിൽ. ബട്ട് എന്നാൽ അത് അത്ര തന്നെ പോരായിരുന്നു. ലെറ്റ്സ് സേ ബ്രേക്ക് ഇവനിൽ ഇറങ്ങി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിൽ ഫിൻ നിഫ്റ്റി നമ്മൾ കുറേ അധികം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് ആവുന്നു, റെഡ് ആവുന്നു, പോസിറ്റീവ് ആവുന്നു, ഈ രീതിയിലായിരുന്നു. പക്ഷേ എന്നാൽ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർബായിട്ട് നമുക്ക് ട്രേഡ് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഫിൻ നിഫ്റ്റിയിൽ. ലെറ്റ്സ് സീ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഇതിന്റെ മീഡിയനിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് കോറിലേഷന്റെ ബേസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ലേറ്റർ അത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ആയിരുന്നു 23,865. സെക്കൻഡ് ടാർഗറ്റ് വരെ പോയില്ല, ട്രെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ BPCയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. മിഡ് ക്യാപ്പിൽ ഒട്ടും തന്നെ എൻട്രി ഇല്ലായിരുന്നു, അങ്ങോട്ട് നോക്കാനേ പോയിട്ടില്ലായിരുന്നു. കാരണം അതൊരു വല്ലാത്തൊരു മൂവ്മെന്റ്, അതിൽ പുഷ് ആയിരുന്നു, വലിയ മൂവ്മെന്റ് ഇല്ലായിരുന്നു, തന്നിട്ടില്ലായിരുന്നു അതിൽ. സോ നമുക്ക് നോക്കാം നാളെ നമ്മൾ എങ്ങനെ നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പിൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളത്. ലെറ്റ്സ് സീ. ഇന്ന് നിഫ്റ്റി അത്രയും സ്ട്രോങ് ഒരു അപ്പ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് വരുമോ എന്നുള്ളതൊരു കോഷ്യസ് ആയിട്ട് നിൽക്കുകയാണ് ഡെഫിനറ്റ്ലി ഞാൻ. സോ ചിലപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാലും എൻ്റെ വ്യൂ ഇത്രയേ ഉള്ളൂ, ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. 24,830 മുകളിൽ 24,830, അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ എന്നാൽ ഭയങ്കര ഒരു ട്രജക്ടറി മൂവ്മെന്റ് നാളെ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് മൊമെന്റം ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ നിൽക്കുവാണ്. ഇല്ലെങ്കിൽ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ലേറ്റർ ഇത് നമുക്കൊരു മൊമെന്റം തരേണ്ടതായിട്ട് വരും. ബട്ട് എന്നാൽ നിഫ്റ്റിയിൽ ബുള്ളിഷാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ പേടിക്ക് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാമല്ലോ. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. സി ഹിയർ നമുക്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഇതായിരുന്നു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നിഫ്റ്റി ബാങ്കിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏത് രീതിയിൽ ഏത് സെർട്ടൻ ലെവൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. ലെറ്റ്സ് സീ. സി ഹിയർ ഇത് ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് തൽക്കാലം. സോ ബെറ്റർ നമുക്കിത് ഇന്നത്തെ ഈ ഒരു ഹൈ ആയിട്ടുള്ള ഈ ഒരു സെർട്ടൻ ലെവൽ, അതായത് ലെറ്റ്സ് സേ 52,770 മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പുഷ് കാണാം. നിഫ്റ്റിയിൽ അത്രയും കാണുമെന്ന് തോന്നുന്നില്ല. നിഫ്റ്റി ബാങ്കിലും ഫിന്നും ആയിരിക്കും നമ്മളുടെ നാളത്തെ ഹീറോസ് ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുന്ന 2 പേര് നിഫ്റ്റി ബാങ്കും ഫിന്നുമാണ്. റൈറ്റ്. ഈ രീതിയിൽ നമുക്ക് നാളെ നിഫ്റ്റി ബാങ്കിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ ലെവൽസ് നമുക്ക് സെർട്ടൻ ലെവൽ കീപ്പ് ചെയ്യണം എന്നുള്ളത്.
പോസിറ്റീവ് കോറിലേഷൻ ആയിട്ട് തന്നെയാണ് പോകുന്നത് നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും ഫിന്നും കൂടെ. സോ നാളെ മൊമെന്റം തരുമ്പോഴത്തേക്ക് നിഫ്റ്റി ബാങ്കും ഫിന്നും കൂടെ തരാനായിട്ട് നല്ല പ്രോബിലിറ്റി ഉണ്ട്. നോക്കാം സിഹ ഇന്നത്തെ ഹൈ തന്നെ ബ്രേക്ക് ഔട്ട് തരണം. അതിനനുസരിച്ച് അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെന്റം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് നിഫ്റ്റി ബാങ്കിലും ഫിന്നിലും. മിഡ് ക്യാപ്പ് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഇന്ന് നോക്കാം. മിഡ് ക്യാപ്പ് ഇന്ന് ഒട്ടും തന്നെ ആ ഒരു സൈഡിലോട്ടേ നോക്കിയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലെറ്റ്സ് സി മിഡ് ക്യാപ്പ് ഈ ഒരു സെർട്ടൺ ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ, അതായത് ഓൾമോസ്റ്റ് 12,500 മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബുള്ളിഷ് ആകാവുന്നതാണ്. ചിലർ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്താ ബെയറിഷ് സൈഡിലോട്ട് പോകത്തില്ലേ എന്നുള്ളത്. ഞാൻ എപ്പോഴും ട്രെൻഡിനനുസരിച്ച് മാത്രമായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിലെ കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ട്രെൻഡാണ്. ഇല്ല ആ ഒരു ടൈമിൽ അപ് ട്രെൻഡ് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ബെയറിഷ് സൈഡിലോട്ട് പോകേണ്ട കാര്യമില്ല. സോ നമ്മൾ എന്തായാലും നാളെ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പിലും നമ്മൾ ബുള്ളിഷ് ആണ്. ഇതുപോലെ നമ്മൾ BPCയിലും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം നമ്മൾ നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നാളെ രാവിലെ 9 മണി ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.